തൃശൂർ പേരാമംഗലത്ത് കെ.എസ്.ആർ.ടി.സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പ്രസവിച്ച യുവതിയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ സൗജന്യമാക്കി അമല ആശുപത്രി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും യുവതിക്ക് സമ്മാനം കൈമാറി. ഇന്നലെ ഉച്ചയ്ക്ക് അങ്കമാലിയിൽ നിന്നും തൊട്ടിൽപ്പാലത്തിന് പോവുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ 36-കാരി പ്രസവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു സംഭവം. ബസ് പേരാമംഗലം എത്തിയപ്പോഴാണ് സ്ത്രീകളുടെ സീറ്റിൽ ഒറ്റയ്ക്കിരുന്ന പൂർണ്ണഗർഭിണിയായ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. മലപ്പുറം തിരുനാവായ മൺട്രോ വീട്ടിൽ ലിജീഷിന്റെ ഭാര്യ സെറീനയായിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞത്. കണ്ടക്ടർ അജയനോട് സെറീന വിവരം പറഞ്ഞപ്പോൾ തന്നെ ഒറ്റബെല്ലിൽ ബസ് നിർത്തി. പിന്നീട് ഒരു ഓട്ടോക്കായി അന്വേഷിച്ചെങ്കിലും അതിനിടെ കുട്ടി പുറത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു. ഇതോടെ ബസ്സിൽ തന്നെ അമല ആശുപത്രിയിലേക്ക് എത്തിക്കാമെന്ന് തീരുമാനിച്ചു. സ്ഥിരം റൂട്ടായതിനാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ആശുപത്രി അറിയാമായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഹെഡ്ലൈറ്റ് തെളിച്ചു. ഹോണടിച്ച് അതിവേഗം ആശുപത്രി മുറ്റത്തേക്ക് ആനവണ്ടി എത്തി. അസാധാരണമായി ബസ് കണ്ടപ്പോൾ തന്നെ ആശുപത്രി ജീവനക്കാർ സ്ട്രെച്ചറും വീൽചെയറുമായി സജ്ജമായി. അപകടമോ അത്യാഹിതമോ എന്ന് കരുതി ഓടിയെത്തിയ ആശുപത്രി ജീവനക്കാർക്കും മറ്റുള്ളവർക്കും പ്രസവമെന്ന് കേട്ടപ്പോൾ അമ്പരപ്പും അത്ഭുതവുമായിരുന്നു. ഉടൻ തന്നെ ഡോക്ടറെ വിവരമറിയിച്ചു. നിമിഷനേരം കൊണ്ട് എല്ലാം സജ്ജമായി. ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സിലെ ആളുകളെ മുഴുവൻ വെപ്രാളത്തിലും പരിഭ്രാന്തിയിലുമാക്കിയ നിമിഷങ്ങൾക്കൊടുവിൽ സെറീന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഏറെ നേരത്തെ ശ്രമത്തിനും പരിചരണത്തിനും ശേഷം വണ്ടിയിൽ കുഞ്ഞുമായി നഴ്സ് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നതോടെ ഏവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞു. പിന്നീട് ബസ് വൃത്തിയാക്കി മറ്റു യാത്രക്കാരുമായി കുറ്റ്യാടി തൊട്ടിൽപ്പാലത്തേക്ക് യാത്ര തിരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.